ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഇൻഫോ PSC MEM ചാനൽ. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് 2026 ഓഗസ്റ്റ് മാസം 1-ാം തീയതി നടന്ന ലാസ്റ്റ് ഗ്രേഡ് സർവൻ, സ്റ്റോർമാൻ, ബെർക്കോ LDC എന്നീ തസ്തികകളിലേക്കുള്ള 10th പ്രിലിമിനറി പരീക്ഷയുടെ 3-ാം ഘട്ടത്തിലെ ചോദ്യപേപ്പറിലെ മാത്സ് ആൻഡ് മെന്റൽ എബിലിറ്റി പാർട്ടിലെ ക്വസ്റ്റ്യൻസ് ആണ്. ഈ ചോദ്യപേപ്പറിൽ 20 ചോദ്യങ്ങളാണ് ഉള്ളത്. ഈ ചോദ്യപേപ്പറിലെ GK ആൻഡ് കറണ്ട് അഫയേഴ്സ് പാർട്ടിലെ ചോദ്യങ്ങളുടെ ഡീറ്റെയിൽഡ് ക്ലാസ് നമ്മുടെ മറ്റൊരു ചാനലായ എയിം ഫോർ PSCയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കൂട്ടുകാർ എല്ലാവരും ആ ക്ലാസ്സുകൾ കാണേണ്ടതാണ്. നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം. 81-ാമത്തെ ചോദ്യം. എണ്ണൽ സംഖ്യകളിൽ ആദ്യത്തെ 10 ഇരട്ട സംഖ്യകളുടെ തുക എത്ര? അപ്പോൾ എണ്ണൽ സംഖ്യകളിലെ 10 ഇരട്ട സംഖ്യകളുടെ തുക എത്രയാണെന്നാ കണ്ടുപിടിക്കേണ്ടത്. ഇരട്ട സംഖ്യകൾ എന്ന് പറയുമ്പം ഈവൻ നമ്പേഴ്സ് ഏതൊക്കെയാ? 2, 4, 6, 8, 10 അങ്ങനെ ആദ്യത്തെ 10 സംഖ്യകളുടെ തുക എത്രയാണെന്നാ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ 10 സംഖ്യകളുടെ തുക നമ്മൾ ഇതെല്ലാം കൂടി ആഡ് ചെയ്യുമ്പം ഒരുപാട് സമയം എടുക്കും. അപ്പോൾ നമുക്കിവിടെ ഒരു ഇക്വേഷൻ ഉപയോഗിക്കാം. അതിന് വേണ്ടിയിട്ടുള്ള ഇക്വേഷൻ ആണ് n × n+1. n എന്ന് പറയുമ്പം എത്ര സംഖ്യകളാണോ? ഇവിടെ n എന്ന് പറഞ്ഞ് നമുക്ക് 10 എടുത്താൽ മതി. എത്ര സംഖ്യകളുടെ കാണാൻ പറഞ്ഞിരിക്കുന്നത്? 10 ഇരട്ട സംഖ്യകളല്ലേ. അപ്പം ഇരട്ട സംഖ്യകളുടെ തുക കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഇക്വേഷൻ ആണ് ഇത്. അപ്പം n എന്ന് പറഞ്ഞ് 10 കൊടുക്കുക. അപ്പം 10 × 10+1. അപ്പോൾ അടുത്ത സ്റ്റെപ്പിൽ 10 × 10+1 എന്ന് പറയുമ്പോൾ 11. 10 × 11 എത്രയാണ്? 110. അതായത് ഉത്തരം ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് എണ്ണൽ സംഖ്യകളിൽ ആദ്യത്തെ 10 ഇരട്ട സംഖ്യകളുടെ തുക കാണാൻ. അപ്പം ആദ്യത്തെ ഇത്ര ഇരട്ട സംഖ്യകളുടെ തുക കാണാൻ പറയുകയാണെങ്കിൽ ഈ ഇക്വേഷൻ ആണ് ഉപയോഗിക്കേണ്ടത് കേട്ടോ. n × n+1. n എന്ന് പറയുന്ന എത്ര ഇരട്ട സംഖ്യകളുടെ തുകയാണോ കാണാൻ പറഞ്ഞിരിക്കുന്നത് അതാണ്. കൂട്ടുകാർക്ക് ഈ ചോദ്യം മനസ്സിലായെന്ന് കരുതുന്നു. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. 82-ാമത്തെ ചോദ്യം. 24, 60 എന്നീ സംഖ്യകളുടെ ലസാഗു എത്ര? അപ്പം ലസാഗു ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. ലസാഗു എന്ന് പറഞ്ഞാൽ എന്താണ്? LCM ഓഫ് 24 and 60. 24-ന്റെയും 60-ന്റെയും ലസാഗു ആണ് കണ്ടുപിടിക്കേണ്ടത്. എങ്ങനെയാണ് നമ്മൾ ലസാഗു കണ്ടുപിടിക്കുന്നത്? എങ്ങനെയാ? പ്രൈം നമ്പേഴ്സ് ഉപയോഗിച്ച് അല്ലെ. പ്രൈം നമ്പേഴ്സ് കൊണ്ട് ഈ സംഖ്യകളെ ഹരിച്ചാണ് നമ്മൾ ലസാഗു കണ്ടുപിടിക്കുന്നത്. പ്രൈം നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ അഭാജ്യ സംഖ്യകൾ. ഏതൊക്കെ ഈ അഭാജ്യ സംഖ്യകൾ? 2, 3, 5, 7, 11 അങ്ങനെ പോകുന്നു. അപ്പൊ നമുക്ക് ഈ സംഖ്യകൾ കൊണ്ട് ഇവയെ ഹരിക്കാം. അപ്പോൾ 24, 60. ഇവ രണ്ടും ഇരട്ട സംഖ്യകളായതുകൊണ്ട് ഞാൻ 2 ഉപയോഗിച്ച് ഇവയെ ഹരിക്കുകയാണ്. 24 2 കൊണ്ട് ഹരിക്കുമ്പോൾ 12 ആണ് കിട്ടുന്നത്. 60 2 കൊണ്ട് ഹരിക്കുമ്പോൾ 30 ലഭിക്കും. ഇനി വീണ്ടും ഇവ രണ്ടും ഇരട്ട സംഖ്യ ആയതുകൊണ്ട് ഞാൻ വീണ്ടും 2 ഉപയോഗിച്ച് ഹരിക്കുകയാണ്. 6 2 കൊണ്ട് ഹരിക്കുമ്പോൾ 12 2 കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് 6 ലഭിക്കും. 30 2 കൊണ്ട് ഹരിക്കുമ്പോൾ 15 ലഭിക്കും. ഇനി അടുത്തത് ഇവിടെ 6 എന്ന് പറയുന്ന ഇരട്ട സംഖ്യ ഉള്ളതുകൊണ്ട് ഞാൻ വീണ്ടും 2 കൊണ്ട് ഹരിക്കുകയാണ്. 6 2 കൊണ്ട് ഹരിക്കുമ്പോൾ 3 ലഭിക്കും. 15 ഹരിക്കാൻ പറ്റത്തില്ലല്ലോ, അപ്പോൾ ഞാൻ 15 എന്ന് തന്നെ എഴുതും. ഇനി ഇവ രണ്ടും 3 കൊണ്ട് ഹരിക്കുകയാണ്. 3 കൊണ്ട് ഹരിക്കുമ്പോൾ 1, 15 3 കൊണ്ട് ഹരിക്കുമ്പോൾ 5 കിട്ടും. നമുക്കിപ്പം ഇനിയും നമുക്ക് ലാസ്റ്റ് ഇപ്പം 5 എന്ന് പറയുന്ന ഒരു അഭാജ്യ സംഖ്യ കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പം ഈ കിട്ടിയ സംഖ്യകളെല്ലാം ഗുണിക്കണം. അപ്പം LCM കണ്ടുപിടിക്കാൻ എന്നാ ചെയ്യണം? 2 × 2 × 2 × 3 × 5. അപ്പം ലസാഗു കണ്ടുപിടിക്കാൻ ഈ കിട്ടിയ ഈ സംഖ്യകളെല്ലാം കൂടി തമ്മിൽ ഗുണിക്കുവാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇത് ഗുണിച്ചു വരുമ്പം നമുക്ക് എത്ര കിട്ടും? 2 × 2 8. 2 × 2 4, 4 × 2 8, 8 × 3 × 5. നമുക്ക് 8 × 3 24, 24 × 5.
എത്ര കിട്ടും? 120 എന്നാണ് നമുക്ക് ഉത്തരം വരുന്നത്. ഏതാണ്? ഓപ്ഷൻ ബി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്. അപ്പം ഇതൊരു സിമ്പിൾ ചോദ്യമായിരുന്നു. കൂട്ടുകാർക്ക് ഈ ചോദ്യം മനസ്സിലായെന്ന് കരുതുന്നു. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. 83ാമത്തെ ചോദ്യം. 0.061 ഇൻറ്റു 1.3 എത്ര? അപ്പം നമ്മളോട് ചോദിച്ച ഡെസിമൽ ഭാഗത്തു നിന്നുള്ള ചോദ്യമാണ് ഈ ദശാംശ സംഖ്യകൾ എന്ന് പറയുന്നത്. 0.061 ഇൻറ്റു 1.3 ആണ്. അപ്പോൾ ഡെസിമൽ സംഖ്യകൾ വരുമ്പോൾ എന്താ ചെയ്യേണ്ടത്? നമുക്ക് ഡെസിമൽ മാറ്റിയിട്ട് സാധാരണ രീതി 61 ഇൻറ്റു 13 എന്ന രീതിയിൽ നമുക്ക് ചെയ്യാം. 61നെ 13 കൊണ്ട് ഗുണിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് 793 എന്നാണ്. ഇനി ഇതിപ്പം ഡെസിമൽ നമ്പേഴ്സ് ആയതുകൊണ്ട് നമ്മൾ നോക്കേണ്ടത് പോയിന്റിന് ശേഷം എത്ര നമ്പേഴ്സ് ഉണ്ടെന്ന് നോക്കണം. പോയിന്റിന് ശേഷം ഇവിടെ പോയിന്റിന് ശേഷം 3 നമ്പേഴ്സ് ആണ് ഉള്ളത് അല്ലേ? ഇവിടെ പോയിന്റിന് ശേഷം ഒരു നമ്പറും ഉള്ളത് 1. അപ്പോൾ മൊത്തം പോയിന്റിന് ശേഷം 4 നമ്പറുകളാണ് വേണ്ടത്. അപ്പോൾ ഇവിടെ 3 ആയി. ഇപ്പം ഇത് 3 സംഖ്യകളുണ്ട് അല്ലേ? അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? 3, 9, 7 3 സംഖ്യകളായി. ഇതിന്റെ 4 സംഖ്യയല്ലേ പോയിന്റിന് ശേഷം വേണ്ടത്? ഒരു 0 കൂടി ഇടുക. പോയിന്റ് 0 ആണേ. അപ്പം 0.0793 ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. അതായത് ഓപ്ഷൻ ബി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്. ഇതൊരു സിമ്പിൾ ചോദ്യമായിരുന്നു. കൂട്ടുകാർക്ക് ഈ ചോദ്യം മനസ്സിലായെന്ന് കരുതുന്നു. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. 84ാമത്തെ ചോദ്യം. വർഗവും വർഗമൂലവും തുല്യമായി വരുന്ന എണ്ണൽ സംഖ്യ ഏത്? അപ്പം വർഗവും വർഗമൂലവും അതായത് സ്ക്വയർ ആയിട്ടും അതിന്റെ റൂട്ടായിട്ടും സെയിം ആയിട്ട് വരുന്ന നമ്പേഴ്സ് ഏതെന്നാ ചോദിക്കുന്നത്. 25 എന്ന് പറയുന്ന നമ്പർ നോക്കാം. അത് 25ന്റെ വർഗം എത്രയാണ്? 625 അല്ലേ? 25 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 625. അപ്പൊ 25ന്റെ റൂട്ട് എടുത്താലോ? അത് നമുക്ക് 5 എന്നാണ് കിട്ടുന്നത്. അപ്പം ഓപ്ഷൻ എ അല്ല. 10 എടുക്കാം. 10ന്റെ സ്ക്വയർ എത്രയാണ്? വർഗം 10ന്റെ വർഗം 100 ആണ്. 10ന്റെ വർഗമൂലം ഉണ്ടോ? നമുക്ക് കണ്ടെത്താൻ പാടാണ്. അത് 10ന്റെ വർഗമൂലം നമുക്ക് കിട്ടാനായിട്ട് പാടാണ്. അത് ഒരു വർഗസംഖ്യ അല്ല, വർഗമല്ല എന്ന് നമുക്ക് പറയാം. ഇനി അടുത്തതോ? ഓപ്ഷൻ സി എന്താണ്? 1 ആണ്. 1ന്റെ സ്ക്വയർ വർഗം എത്രയാണ്? 1 തന്നെ. 1ന്റെ റൂട്ട് എത്രയാണ്? അല്ലെങ്കിൽ വർഗമൂലമോ? 1 തന്നെ. അപ്പൊ നമ്മുടെ ചോദ്യം എന്തായിരുന്നു? വർഗവും വർഗമൂലവും തുല്യമായി വരുന്ന എണ്ണൽ സംഖ്യ ഏത്? അപ്പൊ ഏതാണ് ഉത്തരം? ഓപ്ഷൻ സി ആണ് ഉത്തരമായിട്ട് വരുന്നത്. അപ്പം സ്ക്വയറും സ്ക്വയർ റൂട്ടും സെയിം ആയിട്ട് വരുന്ന സംഖ്യ ഏതെന്നാണ് ചോദിച്ചിരുന്നത്. അപ്പം ഓപ്ഷൻ സി 1 ആണ് ഉത്തരം വരുന്നത്. ഇതൊരു സിമ്പിൾ ചോദ്യമായിരുന്നു. കൂട്ടുകാർക്ക് ഈ ചോദ്യം മനസ്സിലായെന്ന് വരുന്നു. അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. 85ാമത്തെ ചോദ്യം. ആദ്യത്തെ 5 അഖണ്ഡ സംഖ്യകളുടെ ഗുണനഫലം എന്ത്? അപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട് ആദ്യത്തെ 5 അഖണ്ഡ സംഖ്യകൾ. അഖണ്ഡ സംഖ്യകൾ എന്ന് പറയുമ്പം എന്താണ്? ഇംഗ്ലീഷിൽ പറയുമ്പോൾ അതിനെ ഹോൾ നമ്പേഴ്സ് എന്നാണ് പറയുന്നത്. 5 അഖണ്ഡ സംഖ്യകളുടെ ഗുണനഫലം കാണാനാണ് പറയുന്നത്. അപ്പോൾ അഖണ്ഡ സംഖ്യകൾ എന്ന് പറയുമ്പോൾ എന്താണ്? ഹോൾ നമ്പേഴ്സ് എന്നാണ് നമ്മൾ പറയുന്നത്. ഇംഗ്ലീഷിൽ ഹോൾ നമ്പേഴ്സ് എന്ന് പറയുന്നത്. അതായത് 0 to അങ്ങനെ 1, 2, 3 ആണ് പോകുന്നത്. അതായത് 0, 1, 2, 3, 4. അപ്പോൾ 0, 1, 2, 3, 4 ഇവരുടെ ഗുണനഫലം എത്രയാണെന്നാ? 0 കൊണ്ട് ഏത് നമ്പറിനെ ഇൻറ്റു ചെയ്താൽ എന്താണ് നമുക്ക് കിട്ടുന്നത്? 0 തന്നെയാണ് നമുക്ക് കിട്ടുന്നത് അല്ലേ? അപ്പം 0 ഇൻറ്റു അതായത് 0 ഇൻറ്റു 1 ഇൻറ്റു 2 ഇൻറ്റു 3 ഇൻറ്റു 4 ആദ്യത്തെ 5 അഖണ്ഡ സംഖ്യകളാണിവ. ഹോൾ നമ്പേഴ്സ് ആണിത്. ഇതിന്റെ ഗുണനഫലം എത്രയാണ്? 0 ആണ്. അതായത് എന്താണ്? ഓപ്ഷൻ ഡി 0 ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്. കൂട്ടുകാർക്ക് ഈ ചോദ്യം മനസ്സിലായെന്ന് കരുതുന്നു. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. 86ാമത്തെ ചോദ്യം. ഒരു കാറ് 2 മണിക്കൂർ കൊണ്ട് 120 കിലോമീറ്റർ സഞ്ചരിച്ചാൽ അതിന്റെ വേഗത എത്ര? അപ്പോൾ ഇത് സ്പീഡിന്റെ ഒരു ചോദ്യമാണ്. സ്പീഡ്, ഡിസ്റ്റൻസ് ബൈ ടൈം എന്ന് പറയുന്ന ആ ഒരു ഡിസ്റ്റൻസ് ആൻഡ് ടൈം എന്ന് പറയുന്ന പോർഷനിൽ നിന്നും വന്നിരിക്കുന്ന ചോദ്യമാണ്. അപ്പോൾ ഇവിടെ നമ്മുടെ ഈ ക്വസ്റ്റ്യനിലോട്ട് ആദ്യം ഓടി എത്തേണ്ട ഒരു ഇക്വേഷൻ ആണ്. നമ്മൾ കൊച്ചു ക്ലാസ്സിൽ പഠിച്ചിരിക്കുന്ന സ്പീഡ് ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം, വേഗത ഈക്വൽ ടു ദൂരം ബൈ സമയം. അപ്പോൾ ഇവിടെ എന്താ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്?
സഞ്ചരിച്ച വേഗത, അപ്പൊ സ്പീഡ് തന്നെയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. തന്നിരിക്കുന്ന ഡിസ്റ്റൻസ് എന്താണ്? 120 കിലോമീറ്റർ. അപ്പം 120 കിലോമീറ്റർ. ഇനി തന്നിരിക്കുന്ന സമയം എത്രയാണ്? 2 മണിക്കൂർ. അപ്പം കിലോമീറ്റർ പെർ അവർ നമുക്ക് തന്നിരിക്കുന്ന ഓപ്ഷൻസിലെ യൂണിറ്റും കിലോമീറ്റർ പെർ മണിക്കൂർ എന്ന് പറഞ്ഞാണ് തന്നിരിക്കുന്നത്. അപ്പം 120നെ 2 കൊണ്ട് ഹരിക്കുമ്പോൾ എത്രയാണ് കിട്ടുന്നത്? 60 കിട്ടുന്നത്. അതായത് ഉത്തരം എന്താണ്? 60 കിലോമീറ്റർ പെർ അവർ ആണ് വരുന്നത്, അല്ലെങ്കിൽ 60 കിലോമീറ്റർ പെർ മണിക്കൂർ. അതായത് ഓപ്ഷൻ സി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്, 60 കിലോമീറ്റർ പെർ മണിക്കൂർ. ഇതൊരു സിമ്പിൾ ചോദ്യമായിരുന്നു. കൂട്ടുകാർക്ക് ഈ ചോദ്യം മനസ്സിലായെന്ന് കരുതുന്നു. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. 87ാമത്തെ ചോദ്യം. 500 രൂപയ്ക്ക് വാങ്ങിയ ഒരു സാധനം 550 രൂപയ്ക്ക് വിറ്റാൽ ലാഭശതമാനം എത്ര? അപ്പോൾ ലാഭശതമാനം, അതായത് പ്രോഫിറ്റ് പെർസെൻറ്റേജ് ആണ് ഇവിടെ കണ്ടുപിടിക്കേണ്ടത്. പ്രോഫിറ്റ് പെർസെൻറ്റേജ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് SP മൈനസ് CP by CP into 100. SP minus CP by CP into 100. അപ്പോൾ പ്രോഫിറ്റ് പെർസെൻറ്റേജ് എന്ന് പറയുമ്പോൾ ലാഭശതമാനം കാണാനുള്ള ഇക്വേഷൻ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പം SP എന്ന് പറഞ്ഞാൽ SP എന്ന് പറഞ്ഞാൽ സെല്ലിംഗ് പ്രൈസ് അല്ലെങ്കിൽ വിറ്റ വിലയാണ് ഇവിടെ കൊടുക്കുന്നത്. അപ്പോൾ എത്ര രൂപയ്ക്കാണ് വിറ്റത്? 550 രൂപയ്ക്കാണ് വിറ്റത്. ഇനി CP എന്ന് പറഞ്ഞാൽ വാങ്ങിയ വില അഥവാ കോസ്റ്റ് പ്രൈസ്. SP എന്ന് പറഞ്ഞാൽ സെല്ലിംഗ് പ്രൈസ്, വിറ്റ വില. CP എന്ന് പറഞ്ഞാൽ കോസ്റ്റ് പ്രൈസ്, വാങ്ങിയ വില. ഇവിടെ വാങ്ങിയ വില എത്രയാണ്? 500 രൂപയാണ്. അപ്പോൾ ലാഭശതമാനം എത്രയാണ്? ലാഭശതമാനം കണ്ടുപിടിക്കാനായിട്ട് നമ്മുടെ ഇക്വേഷൻ തന്നെ SP മൈനസ് CP, അതായത് 550 മൈനസ് 500 ബൈ CP ബൈ 500 ഇൻറ്റു 100. അപ്പോൾ 550 നിന്നും 500 കുറച്ചാൽ എത്ര കിട്ടും? 50 ബൈ 500 ഇൻറ്റു 100. 0 നമുക്ക് വെട്ടിക്കളയാം. 50നെ 5 കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് 10% നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്. അതായത് ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്. കൂട്ടുകാർക്ക് ഈ ചോദ്യം മനസ്സിലായെന്ന് കരുതുന്നു. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. 88ാമത്തെ ചോദ്യം. 2/7ന്റെയും 1/4ന്റെയും തുക എത്ര? അതായത് 2/7 പ്ലസ് 1/4 എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന ഒരു ഫ്രാക്ഷൻ ആണ്. അപ്പം ഇത് ഭിന്നസംഖ്യയാണ് തന്നിരിക്കുന്നത്. ഇവിടുത്തെ ഈ ഭിന്നസംഖ്യയുടെ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും, അതിൽ നമുക്ക് ഡിനോമിനേറ്റർ ഒരുപോലെ ആണെങ്കിൽ, ഛേദം ഭാഗം ഒരുപോലെ ആണെങ്കിൽ മാത്രമേ ഉള്ളൂ ഒരുമിച്ച് ചെയ്യാൻ പറ്റുള്ളൂ, ആഡ് ചെയ്യാൻ പറ്റുള്ളൂ, തുക കണ്ടുപിടിക്കാൻ എളുപ്പം. ഇല്ലെങ്കിൽ നമ്മൾ ഛേദം ഭാഗം ഒരേപോലെ ആക്കണം. അതിന് ഇവയുടെ ലസാഗു കണ്ടെത്തണം. 7ന്റെയും 4ന്റെയും LCM അഥവാ ലസാഗു എന്ന് പറയുന്നത് 7 × 4 28 ആണ്. അപ്പോൾ താഴെ 28 കിട്ടണമെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതണം, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യണം. അതായത് ഇവ ഇങ്ങോട്ടും ഇത് ഇങ്ങോട്ടും മൾട്ടിപ്ലൈ ചെയ്ത് ചെയ്യാൻ പോകും. അല്ലെങ്കിൽ ഒരു വഴിയും കൂടെ ഉണ്ട്, അത് പറഞ്ഞു തരാം. അപ്പോൾ ആദ്യത്തെ സിമ്പിൾ മെത്തേഡ് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തുള്ളത് 2 × 4 പ്ലസ് 1 × 7 ബൈ 7 × 4. അപ്പോൾ എത്ര കിട്ടും? 2 × 4 8 വരും, പ്ലസ് 1 × 7 7 വരും, ബൈ 2 × 4 28 വരും. 2 × 4 7 × 4 28 വരും. അപ്പോൾ 8ഉം 7ഉം കൂടി ആഡ് ചെയ്യുമ്പോഴോ 15/28 എന്ന് വരും. അതായത് ഉത്തരം 15/28 ഓപ്ഷൻ എ ആണ് വരുന്നത്. ഇനിയും ഇതിന്റെ മറ്റൊരു രീതി, അത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാതെ ഉള്ളത് 2/7 പ്ലസ് 1/4 എന്നാണല്ലോ. അപ്പം 7ന്റെയും 4ന്റെയും ലസാഗു വരുന്നത് 28 ആണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ താഴെ 28 കിട്ടണം എന്നുണ്ടെങ്കിൽ 7നെ 4 കൊണ്ട് ഗുണിച്ചാലേ ഉള്ളൂ. അപ്പോൾ ഈ അംശഭാഗത്തും 2നെ 4 കൊണ്ട് ഞാൻ ഗുണിക്കണം. അടുത്തതിൽ ഈ ഛേദം ഭാഗത്ത് 4നെ 7 കൊണ്ട് ഗുണിച്ചാൽ മാത്രമേ 28 ആകുള്ളൂ. അപ്പോൾ അംശഭാഗത്തും ഞാൻ 7 കൊണ്ട് ഗുണിക്കണം. ഈ ഒരു സ്റ്റെപ്പ് ഞാൻ അവിടെ
ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് ചെയ്യുന്നേ ഉള്ളൂ. അപ്പോൾ ചെയ്യുമ്പോൾ എന്താ 2 × 4 8, താഴെ 28 പ്ലസ് 7/28. ഇത് തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ 15/28. സെയിം തന്നെ രണ്ട് മെത്തേഡാണ് ഉള്ളത്. അപ്പോൾ കൂട്ടുകാർക്ക് ഇതിൽ സിമ്പിൾ ആയിട്ടുള്ള ഏത് മെത്തേഡാണോ അത് യൂസ് ചെയ്താലും മതി. അപ്പം 15/28 ഓപ്ഷൻ എ ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്. കൂട്ടുകാർക്ക് ഈ ചോദ്യം മനസ്സിലായെന്ന് കരുതുന്നു. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. 89ാമത്തെ ചോദ്യം, 4 വ്യക്തികളുടെ ശരാശരി പ്രായം 40 ആണ്. പുതിയ ഒരാൾ കൂടി വന്നപ്പോൾ ശരാശരി പ്രായം 45ആയി വർദ്ധിച്ചു. എങ്കിൽ പുതുതായി വന്നയാളുടെ പ്രായം എത്ര? അപ്പോൾ 4 പേരുടെ പ്രായം എത്രയാണ്? ശരാശരി പ്രായം 40 ആണ്. അപ്പോൾ മൊത്തം തുക എത്രയാണ്? 40 × 4 160 എന്നാണ് വരുന്നത്. ഒരാൾ കൂടി വന്നപ്പോൾ നേരത്തെ 4 ആയിരുന്നു, പുതുതായിട്ട് ഒരാൾ വരുമ്പോൾ എത്രയായി? 5 പേരായി. പുതിയ ശരാശരി എത്രയാണ്? 45 ആണ്. അപ്പോൾ തുക എത്രയാണ്? 45 × 5 225. അപ്പോൾ എങ്കിൽ പുതുതായി വന്നയാളുടെ പ്രായം എത്ര? അപ്പോൾ ഇവ രണ്ടും കുറച്ചാൽ മതി. അതായത് 225 മൈനസ് 160 ചെയ്താൽ നമുക്ക് പുതുതായി വന്നയാളുടെ പ്രായം ലഭിക്കും. അതെത്രയാണ്? 225 നിന്നും 160 കുറയ്ക്കുമ്പോൾ നമുക്ക് 65 കിട്ടുന്നതാണ്. അതായത് ഓപ്ഷൻ സി 65 ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്. ഇതൊരു സിമ്പിൾ ചോദ്യമായിരുന്നു. ഇതേപോലത്തെ ചോദ്യങ്ങൾ നമ്മൾ ഇത്രയും നാളും ചെയ്തു വന്ന ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇതിന്റെ പടം ഇതേ ടൈപ്പ് ചോദ്യം ഒരുപാട് എണ്ണം കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ ശരാശരി എന്ന് പറയുന്ന ഈ ഒരു ഭാഗത്ത് നിന്നും ഷുവറായിട്ട് ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ വരുന്നതാണ് കേട്ടോ. ഷുവർ ക്വസ്റ്റ്യൻ ഉള്ളതാണേ. അപ്പോൾ ഈ ഒരു ഭാഗം നമുക്ക് കളയാൻ അല്ല, ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ കൂട്ടുകാർക്ക് ഈ ചോദ്യം മനസ്സിലായെന്ന് കരുതുന്നു. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. 90ാമത്തെ ചോദ്യം, 60നും 70നും ഇടയിലുള്ള അഭാജ്യ സംഖ്യകളുടെ തുക എത്ര? അപ്പോൾ 60നും 70നും ഇടയിലുള്ള അഭാജ്യ സംഖ്യകൾ എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രൈം നമ്പേഴ്സ് എന്നാണ് ഇംഗ്ലീഷിൽ പറയുന്നത്. അപ്പോൾ പ്രൈം നമ്പേഴ്സിന്റെ പ്രത്യേകത എന്താ? അഭാജ്യ സംഖ്യകളുടെ പ്രത്യേകത എന്താണ്? അവയ്ക്ക് ആ നമ്പറും പിന്നെ ഒന്നും മാത്രമേ ഉള്ളൂ അതിന്റെ ഫാക്ടേഴ്സ് ആയിട്ട് വരുന്നുള്ളൂ, ഘടകങ്ങളായിട്ട് വരുന്നുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് ഗുണിക്കുമ്പോൾ ഈ നമ്പർ കിട്ടണമെങ്കിൽ ഒന്നും ആ പ്രൈം നമ്പർ ആ നമ്പർ മാത്രം അഭാജ്യ സംഖ്യകൾ മാത്രമേ ഉള്ളൂ. എക്സാമ്പിൾ നമ്മൾ പറയാം 2 എന്ന് പറഞ്ഞോളൂ. എക്സാമ്പിൾ 2 എങ്ങനെയാണ് നമുക്ക് 2 കിട്ടണം? 1 × 2 ചെയ്താൽ മാത്രമേ ഉള്ളൂ 2 കിട്ടുകയുള്ളൂ. അപ്പം 2ന്റെ ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? 1ഉം 2ഉം. 3 ഇതേ രീതി തന്നെ 1 × 3 മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മളോട് ചോദിച്ച ചോദ്യത്തിൽ 60ന്റെയും 70ന്റെയും ഇടയ്ക്കുള്ള അഭാജ്യ സംഖ്യകളാണ്. അപ്പോൾ കൂട്ടുകാർ ഒരു 100 വരെയുള്ള അഭാജ്യ സംഖ്യകൾ ഏതൊക്കെയാണ് പഠിച്ചു വെക്കണം, മനസ്സിലാക്കി വെക്കേണ്ടതാണ്. 60നും 70നും ഇടയ്ക്കുള്ള അഭാജ്യ സംഖ്യകളുടെ എണ്ണം 2 എണ്ണമാണ്. 2 സംഖ്യകളാണ് അവ. 61ഉം 67ഉമാണ്. ബാക്കി സംഖ്യകൾ എടുത്ത 62ന് ഒരു ഇരട്ട സംഖ്യയാണ്, 63ന് 3 ഒരു ഘടകമാണ്. അങ്ങനെ ഓരോ സംഖ്യകൾക്കും മറ്റൊരു സംഖ്യ ഘടകമാണ്. ഈ 61നും 67നും 1ഉം ഈ നമ്പേഴ്സ് മാത്രമേ ഉള്ളൂ ഘടകങ്ങളായിട്ട് വരുന്നുള്ളൂ, അല്ലെങ്കിൽ ഫാക്ടേഴ്സ് ആയിട്ട് വരുന്നുള്ളൂ. അപ്പോൾ ഇവയുടെ തുകയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ എന്താണ്? 61 + 67 എത്രയാണ്? 128 ആണ് ഇവരുടെ തുകയായിട്ട് വരുന്നത്. അതായത് ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്. കൂട്ടുകാർക്ക് ഈ ചോദ്യം മനസ്സിലായെന്ന് കരുതുന്നു. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. നമ്മുടെ ടെലിഗ്രാം ചാനലായ എയിം ഫോർ PSC എന്നും PYQ സെഷൻസും പുതിയ SCERT ടെക്സ്റ്റിലെ ചാപ്റ്റേഴ്സിന്റെ ക്ലാസ്സുകളും അതേപോലെ തന്നെ PSC ബുള്ളറ്റിന്റെ ക്ലാസ്സുകളും ഉണ്ടായിരിക്കും. ലൈവ് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ കഴിയാത്തവർക്ക് വേണ്ടി റെക്കോർഡഡ് ക്ലാസ് നമ്മുടെ യൂട്യൂബ് ചാനലായ എയിം ഫോർ PSC അവൈലബിൾ ആണ്. അതേപോലെ തന്നെ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള ഇംഗ്ലീഷ് മലയാളം ചോദ്യപേപ്പറിന്റെ ഡിസ്കഷൻസ് അല്ലെങ്കിൽ ചോദ്യപേപ്പറിന്റെ ക്ലാസ്സുകൾ നമ്മുടെ എയിം ഫോർ PSC MEM ചാനലിൽ, നമ്മുടെ ഇതേ ചാനലിൽ തന്നെ ലഭ്യമാണ്. കൂട്ടുകാർ ആ ക്ലാസ്സുകളെല്ലാം കാണേണ്ടതാണ്. യൂട്യൂബ് ചാനലിലെ ക്ലാസ്സിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ലിങ്ക് നൽകിയിട്ടുണ്ട്. അത് ഡൗൺലോഡ് ചെയ്ത് ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാവുന്നതാണ്. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. 91ാമത്തെ ചോദ്യം, 2, 6, 12, 20, 30 എന്ന ശ്രേണിയിലെ അടുത്ത പദം എത്രയാണ്?
അപ്പം നോക്കാം എന്താണ് ശ്രേണി. 2, 6, 12, 20, 30. അപ്പം നോക്കാം ഈ ശ്രേണി. ഇത് ഒരു അരിത്തമെറ്റിക് പ്രോഗ്രഷൻ AP ആണോ? അല്ല. കാരണം ഇവർ തമ്മിലുള്ള വ്യത്യാസം ഒരേപോലെയല്ല. ഇവരുടെ വ്യത്യാസങ്ങൾ എന്താണ്? 2ന്റെ കൂടെ 4 കൂട്ടിയാലാണ് 6 ലഭിക്കുക. 6ന്റെ കൂടെ 6 കൂട്ടിയാലാണ് നമുക്ക് 12 ലഭിക്കുക. 12ന്റെ കൂടെ 8 കൂട്ടിയാലാണ് എന്താ 20 കിട്ടുക. 20ന്റെ കൂടെ 10 കൂട്ടിയപ്പോഴാണ് 30 ലഭിച്ചത്. ഇവിടെ ശ്രദ്ധിക്കൂ, നമ്മൾ എത്രയാണ്? 4, 6, 8, 10 ഇരട്ട സംഖ്യകൾ ഇങ്ങനെ കൂട്ടിക്കൂട്ടിയാണ് പോകുന്നത്. അപ്പോൾ 30ന്റെ കൂടെ എത്ര ആഡ് ചെയ്യുമായിരിക്കും? 10ന് ശേഷമുള്ള അടുത്ത ഇരട്ട സംഖ്യ ഏതാണ്? 12. അപ്പോൾ 30ന്റെ കൂടെ 12 ആഡ് ചെയ്യുമ്പോൾ എത്രയാ? 30 + 12 = 42. ഇതൊരു മെന്റൽ എബിലിറ്റി പാർട്ടിലെ ചോദ്യമാണെന്ന് പറയാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഓപ്ഷൻ ബി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്. കൂട്ടുകാർക്ക് ഈ ചോദ്യം മനസ്സിലായെന്ന് കരുതുന്നു. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. 92ാമത്തെ ചോദ്യം. ഒരു സംഖ്യയുടെ 2/3 ഭാഗം 80 ആണെങ്കിൽ ആ സംഖ്യ ഏത്? അപ്പം ഒരു സംഖ്യ തന്നിട്ടുണ്ട്. ആ സംഖ്യയുടെ 2/3 ഭാഗമാണ് 80 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ സംഖ്യ എത്രയാണെന്നാണ് നമുക്ക് കണ്ടെത്തേണ്ടത്. എത്രയായിരിക്കും? ഈ സംഖ്യ, അതായത് 80നെ 3/2 കൊണ്ട് ഗുണിച്ചാൽ മതി. അപ്പോൾ എത്ര കിട്ടും? 80ഉം 2ഉം വെട്ടിപ്പോവും, നമുക്ക് 40 കിട്ടും. 40 × 3 120 എന്ന് കിട്ടും. അതായത് സംഖ്യ എത്രയാണ്? 120. ഓപ്ഷൻ സി 120 ആണ് ഉത്തരം വരുന്നത്. ഇല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ നമുക്ക് ചിന്തിക്കാം. നോക്കൂ, ഇവിടെ തന്നിരിക്കുന്ന സംഖ്യ 80 എന്നാണ് നമ്മളോട് അടുത്ത് പറഞ്ഞിരിക്കുന്നത്. 80 എന്ന് പറയുന്നത് മൊത്തം 3ൽ 2 ഭാഗമല്ലേ നമുക്ക്, അല്ലേ? അപ്പോൾ 2 ഭാഗമാണ് 80 എന്ന് പറയുന്നത്. അപ്പോൾ 3 ഭാഗമല്ലേ പൂർണ്ണമായിട്ടുള്ളത്? 3 ഭാഗം എത്ര? അപ്പോൾ നമുക്കിത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യും. എങ്ങനെയാണ്? 80 × 3/2. നമുക്ക് സംഖ്യയല്ലേ കണ്ടെത്തേണ്ടത്. അപ്പോൾ ചെയ്യുമ്പോൾ എത്ര കിട്ടും? നമുക്ക് 120 എന്ന് തന്നെ കിട്ടും. അപ്പം കൂട്ടുകാർക്ക് ഈ ചോദ്യം മനസ്സിലായെന്ന് കരുതുന്നു. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. 93ാമത്തെ ചോദ്യം. 15 × 6 + 120 ÷ 4 - 50 എത്രയാണെന്ന് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ എത്രയായിരുന്നു? ഇതൊരു ബോർഡ് മാസ് ബേസ് ചെയ്തുള്ള ചോദ്യമാണ്. അപ്പൊ എന്തായിരുന്നു നമ്മുടെ ക്വസ്റ്റ്യൻ? 15 × 6 + 120 ÷ 4 - 50. അപ്പൊ നോക്കുക, ബോർഡ് മാസ് ചോദ്യങ്ങൾ നമ്മൾ ചെയ്ത ക്വസ്റ്റ്യൻ പേപ്പറിലെല്ലാം തന്നെ ഉണ്ട്. ഇതും ഒരു ഇമ്പോർട്ടൻറ്റ് പോർഷനാണ്. ഇതിൽ നിന്ന് നമുക്ക് ഒരുപാട് ചോദ്യങ്ങൾ, ചില ക്വസ്റ്റ്യൻ പേപ്പറിൽ 1, 2, 3 ചോദ്യങ്ങളും ഒക്കെ വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് മാറ്റി നിങ്ങൾ ബോർഡ് മാസ് എന്ന് പറയുന്ന ആ ഒരു ഭാഗത്ത് നിന്നും ക്വസ്റ്റ്യൻ നല്ലതായിട്ട് ചെയ്ത് നോക്കേണ്ടതാണ്. അപ്പം നമുക്ക് ഈ ചോദ്യത്തിലോട്ട് തന്നെ കിടക്കാം. അപ്പം ഇവിടെ ബ്രാക്കറ്റോ ഓഫ് പാർട്ടോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് നേരെ ഡിവിഷനിലോട്ട് പോകാം. ആദ്യം നമ്മൾ ചെയ്യേണ്ട ഡിവിഷൻ, ഹരണമാണ് ചെയ്യേണ്ടത്. അപ്പം 120 ÷ 4 ആദ്യം ചെയ്യേണ്ടത്. 120നെ 4 കൊണ്ട് ഹരിക്കുമ്പോൾ 30 ലഭിക്കുക. അപ്പൊ എനിക്ക് അടുത്ത സ്റ്റെപ്പിനെ 15 × 6 + 30 - 50 എന്ന് എടുക്കാം. അപ്പോൾ ഡിവിഷൻ പാർട്ട് കഴിഞ്ഞിരിക്കുന്നു. ഇനി മൾട്ടിപ്ലിക്കേഷൻ, ഗുണന ഭാഗമാണ്. എന്താണ് ഗുണിക്കേണ്ടത്? 15 × 6. 15നെ 6 കൊണ്ട് ഗുണിക്കുമ്പോൾ 90 കിട്ടുക. 90 + 30 - 50. ഇനിയിപ്പം അഡീഷൻ പാർട്ട്. അപ്പം ആഡ് ചെയ്യേണ്ട തുക കണ്ടെത്തണം. 90ഉം 30ഉം 90ഉം 30ഉം കൂടെ ആഡ് ചെയ്യുമ്പോൾ 120 എന്നാണ് കിട്ടുന്നത്. ഇനി -50. 120ൽ നിന്നും 50 കുറയ്ക്കുമ്പോൾ നമുക്ക് 70 ലഭിക്കുക. അതാണ് നമ്മുടെ ഉത്തരം. ഓപ്ഷൻ ഡി 70 നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്. ഇതൊരു സിമ്പിൾ ചോദ്യമായിരുന്നു. അതേപോലെ തന്നെ ഒരു ഇമ്പോർട്ടൻറ്റ് പാർട്ട് തന്നെയാണ് ബോർഡ് മാസ് എന്ന് പറയുന്ന ഭാഗം. കൂട്ടുകാർക്ക് ഈ ചോദ്യം മനസ്സിലായെന്ന് കരുതുന്നു. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. 94ാമത്തെ ചോദ്യം. 2⁻10 എത്ര കൂട്ടിയാൽ 2⁻11 കിട്ടും? ഇതൊരു എക്സ്പോണന്റ് പാർട്ടിലെ ചോദ്യം തന്നെയാണ്. ഇതൊരു നല്ല ചോദ്യമായിരുന്നു. 2⁻10 എന്ന് പറഞ്ഞാൽ എന്താണ്? 2 × 2 × 2 × 2 × 2 × 2 ×
10. 2നെ 10 തവണ ഇൻറ്റു ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പം 2⁻10 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1024. ഈ 2⁻10ന്റെ കൂടെ എന്ത് ആഡ് ചെയ്താലാണ്, എന്ത് കൂട്ടിയാലാണ് 2⁻11 ആകുന്നത്? ഒരു കാര്യം നമുക്കറിയാം, 2⁻10നെ 2⁻1 കൊണ്ട് ഇൻറ്റു ചെയ്താലാണ് 2⁻11 ആകുന്നത്. അപ്പോൾ എന്താണ്? 2⁻10ന്റെ ഇരട്ടിയാണ് 2⁻11 എന്ന് പറയാമല്ലോ. 2⁻10 1024 ഇൻറ്റു 2 ചെയ്താൽ നമുക്ക് 2048, അതായത് 2⁻11 എന്ന് കിട്ടും. അപ്പോൾ എന്താണ് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത്? 1024ന്റെ ഒപ്പം 1024 ആഡ് ചെയ്താൽ നമുക്ക് 2048 അല്ലെങ്കിൽ 2⁻11 കിട്ടും. അതായത് നമ്മുടെ ചോദ്യം എന്തായിരുന്നു? 2⁻10ന്റെ ഒപ്പം എന്ത് കൂട്ടണം? 1024ന്റെ ഒപ്പം 1024, അതായത് 2⁻10 തന്നെ ആഡ് ചെയ്താൽ 2⁻11 കിട്ടും. അപ്പോൾ ഇതൊരു നല്ല ചോദ്യമായിരുന്നു. അതായത് നമ്മുടെ ഓപ്ഷൻ ബി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്. 2⁻10ന്റെ ഒപ്പം 2⁻10 തന്നെ ആഡ് ചെയ്യുമ്പോഴാണ് 2⁻11 കിട്ടുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ചിന്തിച്ചാൽ മതി, 2⁻10നെ 2⁻1 അല്ലെങ്കിൽ 2 ആയിട്ട് ഇൻറ്റു ചെയ്യുമ്പം 2⁻11. എങ്ങനെയാണ്? a⁻m ഇൻറ്റു a⁻n എന്ന് പറയുന്നത് a⁻m+n, അതായത് 10+1. അപ്പം ഇവിടെ 1 എന്ന് പറയുമ്പം ഈ 2⁻10ന്റെ ഇരട്ടി എടുത്താണ് 2⁻11 ആകുന്നത്. അപ്പം ഇതൊരു നല്ല ചോദ്യമായിരുന്നു. ഇച്ചിരി സമയമെടുക്കുന്ന ഒരു ചോദ്യം തന്നെയായിരുന്നു, എന്നാലും നമുക്ക് ഇച്ചിരി ചിന്തിച്ചാൽ കിട്ടാവുന്നതായിരുന്നു. അപ്പം കൂട്ടുകാർക്ക് ഈ ചോദ്യം മനസ്സിലായെന്ന് കരുതുന്നു. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. 95ാമത്തെ ചോദ്യം. അച്ഛൻ്റെയും മകന്റെയും ഇപ്പോഴത്തെ വയസ്സുകൾ തമ്മിലുള്ള അനുപാതം 5:1 ആണ്. ഇപ്പോൾ എന്താണ്? അച്ഛൻ്റെയും മകന്റെയും, ഇപ്പം ഫാദർ എഫ് എന്ന് ഞാൻ കൊടുക്കുകയാണ്, സൺ മകൻ്റെത് എസ് എന്ന് കൊടുക്കുവാണ്. അവരുടെ ഏജ് ഇപ്പോഴത്തെ പ്രസന്റ് ഏജ് എത്രയാണ്? 5:1 എന്ന് പറഞ്ഞ ഒരു അംശത്തിലാണ് അംശബന്ധ തന്നിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ അവയെ 5x എന്നും 1x എന്നും കൊടുക്കുകയാണ്. ഇപ്പം തന്നിരിക്കുന്ന സംഖ്യയുടെ അംശബന്ധമാണ് ഈ തന്നിരിക്കുന്നത് 5:1 എന്ന്. അപ്പൊ ഏതൊരു സംഖ്യ ഉണ്ട്, ആ സംഖ്യ ഞാൻ x ആയിട്ട് കൊടുത്തു. ഇനി 4 വർഷം കഴിഞ്ഞാൽ എത്രയാ? ആഫ്റ്റർ 4 years. 4 വർഷം കഴിയുമ്പോൾ ഇവരുടെ അംശബന്ധം എന്താ? 4 വർഷം കഴിഞ്ഞ് ഇത് 4:1 ആകുന്നുവെങ്കിൽ പിന്നെ 4 വർഷം എന്ന് പറയുമ്പം അച്ഛൻ്റെ വയസ്സ് എത്രയായിരിക്കും? ഫാദറിന്റെ വയസ്സ് ഇപ്പം 5x ആണെങ്കിൽ 4 വർഷം കഴിയുമ്പം 5x+4 ആകും. മകൻ്റെത് എത്രയാ? 1x അല്ലെങ്കിൽ x എന്ന് പറയും. 4 വർഷം കഴിയുമ്പം x+4 എന്നും ആകും. അപ്പോൾ ഇതിന്റെ അംശബന്ധം എത്രയാണ്? അതെ, 5x+4/x+4. 1 × x തന്നെയാണ്, ഈക്വൽ ടു 4:1 എന്നുള്ളത് എനിക്ക് 4/1 എന്ന് എഴുതാം. ഇങ്ങനെയാണ് വരിക. ഇനി ഇതിനെ ഞാൻ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് ഉത്തരം കണ്ടെത്തും. അപ്പം 1 × 5x+4 ഈക്വൽ ടു 4 × x+4. അപ്പൊ എത്രയാ? 5x+4 ഈക്വൽ ടു 4x+16. എത്ര കിട്ടും? ഇനി ഇത് റീഅറേഞ്ച് ചെയ്യാം. അതായത് ഈ 4നെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നു, 4xനെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവരുന്നു. 5x - 4x ഈക്വൽ ടു 16 - 4. അപ്പോൾ 5xൽ നിന്നും 4x കൊടുത്താൽ ഇനി മിച്ചം ഒരു x ഈക്വൽ ടു 12. 16ൽ നിന്നും 4 കുറയ്ക്കുമ്പോൾ 12 എന്ന് കിട്ടും. അതായത് എന്താണ്? നമ്മൾ x എന്ന് പറഞ്ഞ ആരുടെ എടുത്തിരുന്നത്, അല്ലെങ്കിൽ 1x എന്ന് പറഞ്ഞ ആരുടെയാ? മകന്റെ പ്രായമാണ് നമുക്ക്, അതായത് സണ്ണിന്റെ പ്രായം, മകന്റെ പ്രായം എത്രയാണ്? 12 വയസ്സെന്ന് കിട്ടി. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്? അച്ഛന്റെ ഇപ്പോഴത്തെ വയസ്സ് എത്ര? അച്ഛന്റെ ഇപ്പോഴത്തെ വയസ്സ് എത്രയാണ്? നമ്മൾ പറഞ്ഞിരുന്നു അച്ഛന്റെ വയസ്സ് എന്താ? മകന്റെ 5 ഇരട്ടിയാണെന്ന് ഇവിടെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ എന്താണ്? മകന് 12 ആണ്. 12 × 5 ഈക്വൽ ടു 60 വയസ്സാണ് അച്ഛൻ്റെ വയസ്സ്. അതായത് ഓപ്ഷൻ എ ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്. ഇതൊരു നല്ല ചോദ്യമായിരുന്നു. ഏജ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു പ്രോബ്ലമാണ് വയസ്സിന്റെ കണക്ക്. ഇത് മിക്ക ക്വസ്റ്റ്യൻ പേപ്പറിലും വയസ്സിന്റെ ഒരു കണക്കുണ്ട്. അപ്പം ആ ടൈപ്പ് ചോദ്യങ്ങൾ നിങ്ങൾ ചെയ്ത് നോക്കേണ്ടതാണ്. അപ്പം കൂട്ടുകാർക്ക് ഈ ചോദ്യം മനസ്സിലായെന്ന് കരുതുന്നു. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. 96ാമത്തെ ചോദ്യം.
താഴെ തന്നിരിക്കുന്നവയിൽ ഒറ്റയാനെ കണ്ടെത്തുക. 25, 9, 16, 42, 49, 64. അപ്പോൾ താഴെ തന്നിരിക്കുന്ന സംഖ്യകളിൽ ഒറ്റയാനെ കണ്ടെത്തുക. ഈ സംഖ്യകളെല്ലാം ശ്രദ്ധിച്ചേ. ഇതില് 25, 9, 16, 49, 64 ഇവയെല്ലാം സ്ക്വയർ നമ്പേഴ്സ് ആണ് അല്ലേ, വർഗസംഖ്യകളാണെന്ന് പറയാം. 25ന്റെ വർഗം എത്രയാണ്? വർഗമൂലമാണ് 5. 9ൻ്റെത് 3, 16ൻ്റെത് 4, 49ന്റെ 7, 64ന്റെ 8. എന്നാൽ 42 എന്ന് പറയുന്ന സംഖ്യ ഒരു വർഗസംഖ്യയല്ല, ഒരു ഇരട്ട സംഖ്യയാണ്. അപ്പോൾ നമ്മുടെ ഉത്തരം എന്തായിരിക്കും? ഉത്തരം ഓപ്ഷൻ സി 42 ഉത്തരമായിട്ട് വരിക. അപ്പം ഒറ്റയാനെ കണ്ടെത്താൻ പറഞ്ഞു. ഇവിടുത്തെ ഒറ്റയാൻ 42. ബാക്കി എല്ലാവരും തന്നെ ആരാണ്? സ്ക്വയർ നമ്പേഴ്സ് ആണെന്ന് പറയും, അല്ലെങ്കിൽ വർഗസംഖ്യകളാണ്. ഇനി 97ാമത്തെ ചോദ്യം. ഒരു വാച്ച് 20% നഷ്ടത്തിൽ 400 രൂപയ്ക്ക് വിറ്റു. എന്നാൽ വാങ്ങിയ വില എത്ര? അപ്പോൾ നോക്കൂ, അയാൾ 20% നഷ്ടത്തിൽ വിറ്റു എന്ന് പറയുമ്പോൾ 80%-നാണ് അയാൾ ആ വാച്ച് വിറ്റത്. അപ്പൊ ആ വാച്ചിന്റെ 80% എത്രയാണ്? 400 എന്നാണ് പറയുന്നത്. 20% നഷ്ടം വന്നു. അപ്പൊ 100% എത്രയാണ്? അയാള് വാങ്ങിയ വിലയാണ് 100%. വാങ്ങിയ വിലയെക്കാളും 20% കുറച്ചാണ് അയാൾ വിറ്റത്. അതായത് 80% അയാൾക്ക് കിട്ടിയുള്ളൂ. അപ്പൊ എങ്ങനെയാ കണ്ടുപിടിക്കുന്നത്? ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. എന്താണ്? ഇങ്ങനെ. അതായത് 400 × 100/80. അപ്പോൾ 80 400 വെട്ടിപ്പോവും. ഇവിടെ 5 വരും. അപ്പം 5 × 100 500 എന്നാണ് ഉത്തരം വരുന്നത്. അതായത് ഓപ്ഷൻ ഡി 500 നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്. കൂട്ടുകാർക്ക് ഈ ചോദ്യം മനസ്സിലായെന്ന് കരുതുന്നു. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. 98ാമത്തെ ചോദ്യം. 8, 11, 14, 17, 20 എന്ന സമാന്തര ശ്രേണിയിലെ ആദ്യ 20 പദങ്ങളുടെ തുക എത്ര? അപ്പോൾ ഇതൊരു സമാന്തര ശ്രേണി. 8, 11, 14, 17, 20 ഈ ശ്രേണി ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ശ്രേണിയിലെ ആദ്യത്തെ 20 പദങ്ങളുടെ തുക നമുക്കിവിടെ 5 പദങ്ങളെ തന്നിട്ടുള്ളൂ. ബാക്കി പദങ്ങളോട് കണ്ടുപിടിച്ച് നമ്മൾ 20 പദങ്ങളും കൂടെ തുക കണ്ടുപിടിച്ചു വരുമ്പോൾ ഒരുപാട് സമയമെടുക്കും. അപ്പോൾ നമുക്കിവിടെ ഒരു ഇക്വേഷൻ ഉപയോഗിക്കാം. എളുപ്പത്തിൽ നമുക്ക് ഉത്തരം കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ഇക്വേഷൻ യൂസ് ചെയ്യാം. ഇക്വേഷൻ ഇതാണ്: n/2 × 2a + n-1 × d. ഇതാണ് ഒരു സമാന്തര ശ്രേണിയിലെ ഇത്ര പദങ്ങളുടെ തുക കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. ഇനി ഇതില് എന്തൊക്കെയാണെന്ന് പറഞ്ഞുതരാം. n എന്ന് പറയുമ്പോൾ നമ്പർ ഓഫ് ടേംസ്, അതായത് തന്നിരിക്കുന്ന എത്ര സംഖ്യകൾ, എത്ര പദങ്ങളാണ് കണ്ടുപിടിക്കേണ്ടത്, പദങ്ങളുടെ എണ്ണം അല്ലെങ്കിൽ പദങ്ങളുടെ എണ്ണം. ഇനി അടുത്തത് എ, 2aയിലെ എ എന്ന് പറഞ്ഞ ഫസ്റ്റ് ടേം അഥവാ ആദ്യത്തെ പദം, അതാണ് എ എന്ന് പറയുന്നത്. ഇനി ഡി എന്ന് പറഞ്ഞാൽ കോമൺ ഡിഫറൻസ് അല്ലെങ്കിൽ പൊതുവ്യത്യാസം. അപ്പോൾ ഇതിനകത്ത് എത്രയാ? എന്നിന്റെ വാല്യൂ എത്രയാ? 20. നമുക്ക് തന്നിരിക്കുന്ന പദങ്ങൾ ആദ്യത്തെ പദം ഏതാ? എ എത്രയാ? 8. കോമൺ ഡിഫറൻസ് എങ്ങനെയാ കണ്ടുപിടിക്കുന്നത്? 11 രണ്ടാമത്തെ പദം മൈനസ് ഒന്നാമത്തെ പദം. 11ൽ നിന്നും 8 കുറച്ച് 3 കിട്ടും. അപ്പോൾ നമുക്ക് ഇതെല്ലാം ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. നമ്മുടെ ഇക്വേഷൻ എന്തായിരുന്നു? n/2 × 2a + n-1 × d. n/2 എന്ന് പറയുമ്പം 20/2 × 2a എന്ന് പറയുമ്പോൾ എത്രയാ? 2 × 8 + n-1, അതായത് 20 - 1 × 3. ഇവ ചെയ്യുമ്പോൾ 20/2 ചെയ്യുമ്പോൾ 10 കിട്ടും. 10 × 2 × 8 എന്ന് പറയുമ്പോൾ 16 + 20 - 1 19 × 3. ഇനി നമുക്ക് ബ്രാക്കറ്റിനുള്ളിൽ ചെയ്യണം. 10 × 16 + 57 = 10 ×
16ഉം 57ഉം കൂട്ടുമ്പോൾ 73 എന്ന് കിട്ടും. നമ്മുടെ ഉത്തരം എത്രയാണ്? 10 × 73 730 നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്. അതായത് ഓപ്ഷൻ സി 730 നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്. അപ്പോൾ ഇവിടെ ഈ ഒരു സമാന്തര ശ്രേണിയുടെ പദങ്ങളുടെ തുക കാണാൻ പറയുമ്പോൾ നമ്മൾ ഉപയോഗിക്കേണ്ട ഇക്വേഷൻ ആണ്, വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, n/2 × 2a + n-1 × d. അപ്പൊ ഈ ഇക്വേഷൻ ഉപയോഗിച്ചാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഉത്തരത്തിലോട്ട് എത്താവുന്നതാണ്. കൂട്ടുകാർക്ക് ഈ ചോദ്യം മനസ്സിലായെന്ന് കരുതുന്നു. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. 99ാമത്തെ ചോദ്യം. ഒരു സംഖ്യയോട് 3 കൂട്ടിയതിന്റെ വർഗം 64 സംഖ്യ ഏത്? അപ്പം ഏതോ ഒരു സംഖ്യ, ആ സംഖ്യയുടെ കൂടെ എന്താ കൂട്ടിയ? 3 കൂട്ടിയപ്പം അതിന്റെ വർഗം, അതിന്റെ സ്ക്വയർ ചെയ്തപ്പോൾ എത്ര കിട്ടി? 64 കിട്ടി. അപ്പം നമുക്ക് 64ന്റെ സ്ക്വയർ റൂട്ട് അല്ലെങ്കിൽ വർഗ്ഗമൂലം കണ്ടെത്താം. അപ്പം നമുക്ക് ഇതിന്റെ ഉത്തരത്തിലോട്ട് എത്താൻ പറ്റും. 64ന്റെ വർഗ്ഗമൂലം അല്ലെങ്കിൽ സ്ക്വയർ റൂട്ട് ഓഫ് 64 എത്രയാണ്? 8. അപ്പം ഏതോ ഒരു സംഖ്യയുടെ കൂടെ 3 കൂട്ടി അതിന്റെ വർഗം കണ്ടെത്തിയപ്പോഴാണ് 64 കിട്ടിയത്. അപ്പൊ എന്താ? 8ന്റെ വർഗമാണ് 64. അപ്പം ഏത് സംഖ്യയോടാണ് 3 കൂട്ടിയെന്ന് കണ്ടുപിടിക്കണം. അതിന് നമുക്ക് 8ൽ നിന്നും 3 കുറച്ചാൽ മതി, നമുക്ക് ഉത്തരം കിട്ടും. സംഖ്യ എത്രയാണ്? 5 നമ്മുടെ സംഖ്യ. അതായത് നമ്മളോട് പറഞ്ഞിരുന്ന ഏതോ ഒരു സംഖ്യയോട് 5 കൂട്ടി അതിന്റെ വർഗം 64 കിട്ടി. അപ്പൊ എന്താണ്? 5 നമ്മുടെ ഉത്തരമായിട്ട് വന്നിരുന്നത്. അതായത് സോൾവ് ചെയ്ത് കാണിക്കാം. 5ന്റെ കൂടെ 3 കൂട്ടിയാൽ 8 കിട്ടും. ആ 8ന്റെ വർഗമാണ് 64. അതാണ് നമ്മളിവിടെ പ്രൂവ് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ ചെയ്തിരിക്കുന്നത്. അങ്ങനെ നമ്മൾ സംഖ്യ കണ്ടെത്തിയിരിക്കുന്നത്. അപ്പോൾ എന്താണ്? ഒരു സംഖ്യ ഉണ്ട്, ആ സംഖ്യയുടെ കൂടെ 3 കൂട്ടി അതിന്റെ വർഗമാണ് 64. അപ്പോൾ നമ്മൾ 64ന്റെ വർഗ്ഗമൂലം കണ്ടെത്തി അതിൽ നിന്നും കൂട്ടിയ സംഖ്യയായ 3 കുറച്ചപ്പോൾ നമുക്ക് സംഖ്യ കിട്ടി. അപ്പോൾ എന്തായിരുന്നു നമ്മുടെ ഉത്തരം? ഓപ്ഷൻ സി 5 ആയിരുന്നു നമ്മുടെ ഉത്തരം. 5 നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്. കൂട്ടുകാർക്ക് ഈ ചോദ്യം മനസ്സിലായെന്ന് കരുതുന്നു. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. 100ാമത്തെ ചോദ്യം. ഒരു ക്ലാസ്സില് 30 കുട്ടികളുടെ ശരാശരി ഭാരം 35 കിലോഗ്രാം ആണ്. ടീച്ചറെയും ഉൾപ്പെടുത്തിയപ്പോൾ ശരാശരി ഭാരം 36 കിലോഗ്രാം ആയാൽ ടീച്ചറുടെ ഭാരം എത്ര? അപ്പോൾ 30 കുട്ടികളുടെ ശരാശരി ഭാരം എത്രയാണ്? 35. അപ്പോൾ മൊത്തം എത്ര കിലോ കാണും? 1050. ഇനി ടീച്ചറേയും കൂടി കൂട്ടുമ്പോൾ, നേരത്തെ 30 കുട്ടികളാണ്, ടീച്ചറോട് കൂട്ടിയപ്പോൾ എത്ര പേരായി? മൊത്തം 31 പേരായി. അപ്പോൾ പുതിയ ശരാശരി എത്രയാണ്? ടീച്ചറെ ഉൾപ്പെടുത്തിയപ്പോൾ ശരാശരി 36 ഉയർന്നു. അപ്പോൾ മൊത്തം തൂക്കം, ആകെ തുക എത്രയായിരിക്കും? 1116. അതായത് 31 × 36 ചെയ്തപ്പോൾ. ഇനി ടീച്ചറുടെ ഭാരം എത്രയാണെന്ന് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ 1116 മൈനസ് 1050 ആണ് ഉത്തരം വരിക. എത്രയാണ്? 66. ഇവ തമ്മിൽ കുറയ്ക്കുമ്പോൾ നമുക്ക് 66 ഉത്തരമായിട്ട് വരുന്നത്. അതായത് ഓപ്ഷൻ സി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്. ഇതേ രീതിയിലുള്ള ചോദ്യം നമ്മൾ തൊട്ട് മുമ്പ് ചെയ്തതാണ്. അപ്പോൾ ശരാശരി എന്ന ഭാഗത്ത് നിന്നും, ആവറേജ് എന്ന് പറയുന്ന പാർട്ടിൽ നിന്നും നമുക്ക് ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ്. അതുകൊണ്ട് ആ ഒരു ഭാഗത്തെ ചോദ്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യേണ്ടതാണ്. നമ്മൾ ഇത്രയും കാലം ചെയ്തു വന്ന ക്വസ്റ്റ്യൻ പേപ്പറിലും നമ്മൾ ഇങ്ങനത്തെ ചോദ്യങ്ങൾ കണ്ടിട്ടുമുണ്ട്. അങ്ങനെ നമ്മൾ ഇന്ന് 20 ചോദ്യങ്ങളും കവർ ചെയ്തിട്ടുണ്ട്. കൂട്ടുകാർക്ക് ക്ലാസ് മനസ്സിലായി എന്ന് കരുതുന്നു. താങ്ക് യു ആൻഡ് ഹാവ് എ നൈസ് ഡേ.